ഞാനേ ഒത്തിരി സ്വപ്നം കണ്ടു. നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നത്, അതിനെ കുളിപ്പിക്കുന്നത്, ഇങ്ക് കൊടുക്കുന്നത്, അമ്പലത്തിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കുന്നത്, പള്ളിയിൽ മെഴുകുതിരി കത്തിക്കുന്നത്, അങ്ങനെ ഒത്തിരി. നമ്മളാണല്ലേ കൊച്ചുമൂപ്പൻ മാധവൻകുട്ടി? അതെ, ഞങ്ങൾ പെരുമ്പളെത്തുന്ന മനസ്സിലായി. നിങ്ങൾ അയച്ച ആളവിടെ എത്തിയപ്പോ ഞാനവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാ താമസിച്ചത്. എന്നാ വാ, സമയം കളയണ്ട. ഒന്നിറങ്ങി വാടാ. ഇടാവുന്ന എഴുന്നേറ്റ് വരാൻ. ആരാണ്? നിന്റെ തന്ത പട്ടി വാല്. അവരല്ലേ? കഥ കുറച്ചു. എന്തിനാടാ പാതിരാത്രിക്ക് വീട്ടിൽ കയറി വന്ന് തന്തയ്ക്ക് പറയുന്നേ? ഒന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ജീവിക്കുന്നതൊക്കെ ജീവിച്ചോ. ആ പെണ്ണിനെ ഇറക്കി വിടെ. ഏത് പെണ്ണ്? ഇവരുടെ പെണ്ണിനെ. അതേടോ, മര്യാദയ്ക്ക് ഞങ്ങളുടെ പെങ്കൊച്ചിനെ ഇറക്കി വിടെ. നിങ്ങളുടെ പെണ്ണോ? അത് പണ്ട്. ഇപ്പൊ അവൾ എന്റെ കെട്ടിയോളാ. ഞാൻ താലി കെട്ടി എന്റെ പെണ്ണാ. എടാ രാഘവ, വകുപ്പൊന്നും പറയണ്ട. എന്തായാലും അവരവരുടെ പെങ്കൊച്ചിനെ കൊണ്ട് പോകും. വെറുതെ തടി കേടാകാതെ അവളെ ഇറക്കി വിടറാ. വന്ന വഴിയെ നീ എവരെ ഞാൻ കൊണ്ടുപോകുന്ന നല്ലത്. നോക്കിക്കാ, അവളെ ചവിട്ടിക്കളഞ്ഞ് പിടിച്ചിറക്കൊണ്ട് വാച്ചാ അവളെ. കൊച്ചുമൂപ്പൻ കൊല്ലപ്പെട്ടു. രാഘവൻ പോലീസിന് കീഴടങ്ങി. പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക്, കോടതിയിൽ നിന്നും സബ് ജയിൽ റിമാൻഡിൽ, അവിടുന്ന് ശിക്ഷിക്കപ്പെട്ട് സെൻട്രൽ ജയിലിലേക്ക്. 1.5 വർഷം കടന്നുപോയി. രാഘവൻ മാധവൻകുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ള കുറ്റം കോടതിയെ സംശയാതീതമായി ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞുവെങ്കിലും
സ്വന്തം ഭാര്യയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ സംഭവിച്ചുപോയ ഒരു കൈപ്പിഴ എന്നുകൂടി പരിഗണിച്ച് ബഹുമാനപ്പെട്ട കോടതി രാഘവനെ 5 കൊല്ലത്തേക്ക് മാത്രം കഠിന തടവിന് ശിക്ഷിച്ചു. എന്താ വിളിക്കുന്നേ? വെറുതെ ഇത്തിരി സ്നേഹിച്ചു പറഞ്ഞൂടെ? അവന്റെ ഒരു കൊഞ്ചല്. സോറി. നിന്റെ അമ്മൂമ്മയുടെ കുടുംബത്തിൽ നിന്നാണോടാ ഞങ്ങൾക്ക് ചോറ് വരുന്നത്? പോയി ഇറങ്ങാൻ നല്ലോണം. അതിന് ചൂടാവണം എന്തിനാണ്? പറഞ്ഞാ പോരെ? ആ മതി മതി, ഒരുപാട് സൂചിപ്പിക്കണ്ട. ഈ ചേട്ടൻ എന്തോന്ന് ചേട്ടൻ? വെറുതെ. അടി അണ്ണേനേക്കാൾ വലുത് എന്റെ തടി. പാണ്ഡ്യ എഴുന്നേടാ. കളിച്ചാലുണ്ടല്ലോ ചവിട്ടുന്നതിന്റെ എല്ലിയാൻ പോലും വാടക കൊണ്ട് എന്നും വാടക കൊണ്ട് തന്നെയാടാ. നിന്നെയൊക്കെ നന്നാക്കി നടക്കുന്ന എന്നെ പറഞ്ഞാ മതി. കേട്ടോ? നീ ആ രാഘവൻ, ഉപ്പൻ രാഘവൻ. നീ ആരുടെ ജയിൽ സൂപ്രണ്ടോ ഇവിടെ പുള്ളികൾ തമ്മിൽ തല്ലുമ്പോ ഇടയ്ക്ക് ചാടാൻ? അതിനാ ഞങ്ങൾ കുറെ എണ്ണം വേഷവും കെട്ടി നടക്കുന്നത്. നിയമം കയ്യിലെടുത്താലുണ്ടല്ലോ നിന്റെ കൈ ഞാൻ തല്ലി ഓടിക്കും. പിള്ളേ, ഇവനെയെല്ലാം പോക്കിയെടുത്ത് സെല്ലടയ്ക്ക്. ഇന്നിനെ ഒന്നും കൊടുക്കണ്ട, പഠിക്കട്ടെ. ബാസ്റ്റഡ്സ്. അപ്പൊ ഇറങ്ങാറായി അല്ലോടോ ജോസഫേ? ജോസഫോ? അയ്യോ, ജോസഫ് എന്നല്ലേ സാറിന്റെ പേര്? അതല്ലോടോ തന്റെ റെക്കാർഡിക്കൽ നെയിം. അതെങ്ങനെ പറയാൻ പറ്റും? കല്യാണം കഴിച്ച 18 സ്ഥലങ്ങളിലും എനിക്ക് 18 പേരായിരുന്നു. ജോസഫ് എന്നുള്ളത് എന്റെ 18ാമത്തെ പേരാ.
ഒന്നാമത്തെ കല്യാണത്തിന് മുമ്പ് എനിക്കൊരു പേരുണ്ടായിരുന്നു. സത്യശീലൻ. അമ്മച്ചി ഇട്ടതാ. പാവം അല്ലേ? റേഷൻ കാർഡ് കീറി എന്നെ പോലുള്ളവർക്ക് പേരുണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, എന്നെ എന്തും വിളിക്കാം. എനിക്ക് അങ്ങനെയുള്ള അഹങ്കാരമൊന്നും ഇല്ല സാർ. സോറി സാർ. പത്രക്കാരുടെ അസല് പേര് തന്നിട്ടുണ്ടല്ലോ നിനക്ക്. കല്യാണ വീരൻ. 18 പെൺപിള്ളാരെ വഴിയാധാരമാക്കിയില്ലേ? ഇനി ഒന്നിന്റെ കൂടെ ജീവിക്കേ. കല്യാണ വീരൻ ജീവിതം കൊടുത്തിട്ടേ ഉള്ളൂ സാർ, എടുത്തിട്ടില്ല. ഏതിനെ കെട്ടിയാലും ഒറ്റ മാസം കഴിയുമ്പോ മടുക്കും. എനിക്കല്ല സാർ, അവർക്ക്. അങ്ങനെ കേരള, തമിഴ്നാട്, ആന്ധ്ര ഒക്കെ കറങ്ങി. പിന്നെ ബോംബെക്ക് പോകാൻ വേണ്ടി നോക്കി, ടിക്കറ്റ് കിട്ടിയില്ല. ബീഹാറിൽ വരൾച്ച, ബംഗാളിലാണെങ്കിൽ വെള്ളപ്പൊക്കം, പിന്നെ പഞ്ചാബ് കൊള്ളാമെന്ന് തോന്നി. വണ്ടി കയറി, അപ്പോഴാണ് അറസ്റ്റ്. വരിച്ചു, ഇങ്ങോട്ട് പോന്നു. ഇനി ഇത്തരം അഭ്യാസങ്ങൾ ഇറക്കി ഇതിനകത്തെങ്ങാനും വന്നാലുണ്ടല്ലോ. വരാതിരിക്കാൻ ശ്രമിക്കാം സാർ. നീ പുറത്തിറങ്ങിയാലും ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും. അത് മറക്കണ്ട. പൊയ്ക്കോ. അല്ല, ഞാൻ പൊയ്ക്കോ. സോറി. ഇരിക്കെ. വേണ്ട സാർ. ആ പോയവനെ ശ്രദ്ധിച്ചോ? കല്യാണവീരൻ, എ ബോൺ ക്രിമിനൽ. രാഘവ, കുറ്റവാളികൾ 2 വിധമുണ്ട്. ഒന്ന്, ജന്മനാ കുറ്റകൃത്യം ചെയ്യാൻ വാസനയുള്ളവർ. 2, സാഹചര്യം കൊണ്ട് കുറ്റവാളികളായി തീർന്നവർ. അങ്ങനെയുള്ളവരെ തിരുത്താനും വഴികാട്ടാനും കൂടിയാണ് ഞങ്ങളെപ്പോലുള്ളവർ. തന്റെ റെക്കോർഡ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് തെറ്റ് ചെയ്തുവെന്നാണ്. രാഘവൻ, നമ്മൾ ആത്മസംയമനം പാലിക്കേണ്ട സമയത്ത് മനസ്സുകൊണ്ട് അങ്ങനെ ആയേ പറ്റൂ. ഇന്നലത്തെ സംഭവം തന്നെ നോക്ക്. 2 പുള്ളികൾ തമ്മിത്തല്ലി. അതിനിടെ താൻ പോയതെന്തിനാ? കൺമുമ്പിൽ തെമ്മാടിത്തരം കാണിച്ച് എങ്ങനെയാ സാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എടോ, ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നവർക്ക് ജീവിതമുള്ളൂ. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു. തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ബി കെയർഫുൾ.